ഹലോ പാർട്ട്നേഴ്സ്, നമസ്കാരം. ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടായ കാരണം നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നത് കേട്ടപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് സംഭവം? അതായത് കമ്പനി പുതിയൊരു അപ്ഡേഷൻ അറിയിച്ചു അല്ലേ, നമ്മുടെ ഗ്രൂപ്പിലെ വോയിസിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ലോഗിൻ ചെയ്യുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്താൽ അവിടെ ഇൻകറക്റ്റ് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് കാണിക്കും. അപ്പം നമ്മുടെ ഫോൺ, അതായത് നമ്മുടെയൊക്കെ യൂസർ ഐ ഡി പാസ്വേഡിലുള്ള പാസ്വേഡ് കമ്പനി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് കമ്പനി റീസെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് എന്താണെന്ന് നമുക്ക് കിട്ടണമല്ലോ, എന്നാലേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ അതായത് നമ്മുടെ സൈറ്റ് എടുക്കുക, ഹൈറിച്ച് www.highreach.net എടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് യൂസർ ഐ ഡി കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ യൂസർ ഐ ഡിയാണ്, HRBI. എൻ്റെ യൂസർ ഐ ഡിയാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം പാസ്വേഡ് ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഇൻവാലിഡ് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് കാണിച്ചു അല്ലേ. അപ്പോൾ ഉറപ്പായി പാസ്വേഡ് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാൻ വീണ്ടും ഒന്ന് അതേ യൂസർ ഐ ഡി, അതായത് എനിക്ക് എൻ്റെ ഐ ഡി ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ HRBI എൻ്റെ ഐ ഡി നമ്പർ കൊടുക്കുകയാണ്. തൊട്ട് താഴെ ഞാൻ പാസ്വേഡ് കൊടുക്കുന്നില്ല, കാരണം ആ പാസ്വേഡ് റീസെറ്റ് ആയല്ലോ. അപ്പോൾ ആ പാസ്വേഡ് കൊടുക്കാതെ അതിൻ്റെ താഴെയായിട്ട്, അതായത് ലോഗിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫോർഗെറ്റ് യുവർ പാസ്വേഡ് എന്ന് കാണുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു കോളം വരും. അതായത് നമുക്ക് ഏത് ഐ ഡി ആണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഐ ഡീൻ്റെ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും കൊടുക്കുകയാണ്, HRBI എൻ്റെ ഐ ഡി നമ്പർ കൊടുക്കുകയാണ്, 990-382. ഓക്കെ. തൊട്ട് താഴെ കാണിക്കുന്നുണ്ട് സെൻഡ് ടു മെയിൽ ഐ ഡി സെൻഡ് ബൈ SMS. അതായത് നമുക്ക് മെയിൽ ഐ ഡിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ SMS ത്രൂ നമ്മുടെ ഫോൺ നമ്പറിലേക്കും ഈ ഒരു OTP വരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ സെൻഡ് ബൈ SMS ആണ് കൊടുക്കുന്നത്. സെൻഡ് ബൈ SMS കൊടുത്തപ്പോൾ തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നുണ്ട് യുവർ പാസ്വേഡ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അതായത് നമ്മൾ ഈ ഐ ഡി നമ്പർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഈ SMS, അതായത് ഈ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ട് എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോൺ നമ്പർ, അതായത് ആ SMS ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ കമ്പനിയിൽ നിന്ന് ഒരു SMS വരും, എന്തായാലും ആ നമ്പറിലേക്ക് വരും. അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് OTP ആയിട്ട് വന്ന ആ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അത് കുറച്ച് ലോങ് ആയിട്ടുള്ള പാസ്വേഡാണ് ഇപ്പോൾ കമ്പനി അയച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പാസ്വേഡ് ഞാനൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, എനിക്ക് കിട്ടിയ പാസ്വേഡ് ഞാൻ കൊടുത്തു, ലോഗിൻ കൊടുത്തു. അങ്ങനെ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് ഇതാ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുള്ള പാസ്വേഡാണ് കമ്പനി നമുക്ക് SMS ആയിട്ട് അയച്ചു തന്നിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫൈൽ മെനു ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഏറ്റവും താഴെയായിട്ട് ലോഗൗട്ടിൻ്റെ തൊട്ട് മുകളിൽ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് പാസ്വേഡിൽ പോയിട്ട് കറണ്ട് പാസ്വേഡ് എന്നുള്ളിടത്തേക്ക് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ നമ്മുടെ ഫോണിലേക്ക് SMS ആയിട്ട് വന്ന, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വന്ന ആ പാസ്വേഡ്, കമ്പനി അയച്ചു തന്ന പാസ്വേഡ് ആദ്യം കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ ന്യൂ പാസ്വേഡ് കാണുന്നിടത്ത് നമുക്ക് പുതിയ പാസ്വേഡ് കൊടുക്കണം. അതിന് തൊട്ട് താഴെ കൺഫേം പാസ്വേഡ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എന്താണ് അത് വീണ്ടും ഒന്നുകൂടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ കമ്പനി പറയുന്നുണ്ട് മിനിമം 8 അല്ലെങ്കിൽ മാക്സിമം 15 ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല കമ്പനി പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കണം എന്ന്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നമ്പർ മാത്രമായിട്ട് കൊടുത്താൽ പറ്റില്ല. അതിൻ്റെ കൂടെ നമ്പേഴ്സ് വേണം, ലെറ്റേഴ്സ് വേണം, ന്യൂമറിക്കൽസ് ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഒരു ചിഹ്നമോ കാര്യങ്ങളോ ഒക്കെ വേണം, കുത്തോ കോമയോ അല്ലെങ്കിൽ ഒരു @ അങ്ങനെ എന്തെങ്കിലും കൂടെ കൊടുത്തിട്ട് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ആ വോയിസിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.